ഹലോ. കർണാടകയിൽ മാത്രമല്ല ധർമ്മസ്ഥലയുള്ളത്, അതേപോലെ തന്നെ ഇവിടെ കേരളത്തിലും അതിനോട് സമാനമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സെബാസ്റ്റ്യൻ എന്ന നല്ലവനായ അമ്മാവനും എന്നാൽ ആരോരുമില്ലാത്ത അല്ലെങ്കിൽ വിവാഹം ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് അയാൾ ഒരു സീരിയൽ കില്ലറാണ്. ഇനി ഈ നല്ലവനായ 68 വയസ്സ് മാത്രം പ്രായമുള്ള സെബാസ്റ്റ്യൻ അമ്മാവന്റെ കുറച്ച് സീരിയൽ കില്ലർ ലീലാവിലാസങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 4 സ്ത്രീകളെ കാണാതാകുന്നു. ആ 4 സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ഒരേ ഒരു വ്യക്തി സെബാസ്റ്റ്യൻ, അതായത് നമ്മുടെ ഈ അമ്മാവൻ, ഈ സീരിയൽ കില്ലറാണ്. ഈ അമ്മാവന്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭൻ എന്ന ഒരു സ്ത്രീയാണ്. 2006 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ തന്റെ ഭൂമി വിൽക്കാനായിട്ട് എന്ന രീതിയിൽ സെബാസ്റ്റ്യൻ സമീപിക്കുകയും അവരായിട്ട് ഒരു സൗഹൃദം നിലനിർത്തുകയും അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അതായത് ഭർത്താവില്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരെ കാണാതായാലും ആരും അവരെ അന്വേഷിച്ചു വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ ഇരയാക്കിയത്. അങ്ങനെ അവരെ കാണാതാകുകയും അവരുടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ പരാതി എങ്ങെങ്ങും എത്തിയില്ല. അതായത് ഇയാളുടെ സ്വാധീനത്താൽ ചിലപ്പോൾ ആ ഒരു പരാതി മുന്നോട്ട് പോകാതിരുന്നതുമാകാം. ഇനി അമ്മാവന്റെ അടുത്ത ഇര ഐഷ. 2012 ഐഷ എന്ന സ്ത്രീയും സമാനമായിട്ട് കാണാതായി. ആ സ്ത്രീയും ഇതേപോലെ ചില കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെയും പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ എന്ന് തോന്നിക്കുന്ന അവശിഷ്ടം നമ്മുടെ ഈ അമ്മാവന്റെ ആ ഒരു ഭൂമിയുടെ അടിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ ആയിഷയുടെ സ്വത്തുക്കൾ ഈ സീരിയൽ കില്ലറായ സെബാസ്റ്റ്യന്റെ പേരിലേക്ക് കൈമാറി എന്ന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. മൂന്നാമത് സിന്ധു. 2020 ഈ സ്ത്രീയെ കാണാതാകുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഈ സ്ത്രീയുടേത്. ഇത് മുതലാക്കിയിട്ട് നമ്മുടെ സീരിയൽ കില്ലറായ ഈ അമ്മാവൻ ആ സ്ത്രീയെ സമീപിച്ചു, സൗഹൃദം പുലർത്തി, കൂടെ ആരും ഉണ്ടാവില്ല എന്ന തോന്നൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അവരെയും ഒരു സുപ്രഭാതത്തിൽ കാണാതായി എന്നാണ് വാർത്ത. 2024 ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതാകുന്നത്. ഇതാണ് സെബാസ്റ്റ്യന്റെ അധപതനത്തിലേക്ക് കാരണമായത്. ഏറ്റുമാനൂർ സ്വദേശിനിയായ ഈ സ്ത്രീ ആ സ്ത്രീയുടെ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് വരുന്നതായി പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സ്ത്രീയെ കാണാതാകുന്നത്. ഈ സ്ത്രീയുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ ഈ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്തിലാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ സംശയാസ്പദമായിട്ട് സെബാസ്റ്റ്യന്റെ വീട് പരിസരം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അവിടെ സ്ത്രീകളുടെ വസ്ത്രവും അതേപോലെ അവരുടെ ബാഗുകളും ആ ഒരു പറമ്പിൽ തന്നെ പല പല ശരീരാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടേക്കുന്നതും കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികളൊക്കെ കണ്ടെടുത്തത്. താമസിക്കുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് വലയിലാക്കി അവരെ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെ തീ കൊളുത്തി കത്തിച്ച് അവരുടെ പേരിലുള്ള സ്വത്തും മറ്റു സമ്പാദ്യങ്ങൾ തന്റെ പേരിലേക്കാക്കി മാറ്റുകയായിരുന്നു ഈ സൈക്കോ ആയിട്ടുള്ള ഈ അമ്മാവൻ ചെയ്തിരുന്നത്. ഇതിൽ ഒരു പുരുഷനും പെടുന്നുണ്ട്. അതായത് ഈ ജൈനമ്മയാണോ ആരെയാണോ എന്ന് കറക്റ്റ് അറിയില്ല. ഓട്ടോയിൽ കൊണ്ടുപോയിട്ടുള്ള മണിയൻ എന്ന പേരുള്ള ഒരാള്, അദ്ദേഹം സാക്ഷി പറയേണ്ട ആളായിരുന്നു. സാക്ഷി പറയേണ്ട ആ സമയത്താണ് അദ്ദേഹത്തെ കെട്ടി തൂങ്ങിയ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. എന്തായാലും സൈക്കോ അമ്മാവിന്റെ ലീലാവിലാസം തീരുന്നില്ല. ആ വീട് വളപ്പില് താൻ കുറെ നാളായിട്ട് അവിടെ താമസത്തിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും ഈ 4 പേരായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. ചങ്ങാത്തം കൂടാൻ വരുന്നവരൊക്കെ നല്ലവരല്ല. ആട്ടിൻ തോലിട്ട ചെന്നായകളും അക്കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നരബലി കൊടുത്ത ഒരു തിരുവല്ലയിലെ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അവരെയും തെരഞ്ഞെടുത്തത് ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ താൻ ഒറ്റയ്ക്കാണെന്ന് എല്ലാവരോടും കണ്ടടച്ച് വിശ്വസിച്ച് പറയുകയൊന്നും വേണ്ട. ഇത് തക്കം പാത്ത് നിങ്ങളെ പരലോകത്തേക്ക് അയക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ മറ്റൊരു ധർമ്മസ്ഥല പോലെ സമാനമായിട്ടുള്ള ഒരു കേസാണ് ആലപ്പുഴയിൽ സെബാസ്റ്റ്യന്റെ വീടും പരിസരവും.